ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അടുക്കളയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്ന് ഒരു തക്കാളി കറി ഉണ്ടാക്കിയെടുക്കണം. പിന്നെ മാന്തുണക്കൽ വാങ്ങിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തോല് പൊളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം ഇന്ന് ചോറിന് കൂട്ടാനായിട്ട് ഇത് രണ്ടുമാണ് കേട്ടുള്ളത്. പിന്നെ കുറച്ച് മീൻ കറി ഉണ്ട്, അത് നമ്മളെ നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ നന്ദമോൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷയും ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓൾ മാറ്റി റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരുമ്പാൻ ഇറങ്ങിയപ്പോൾ ഓളോട് പറഞ്ഞതാണ് ഉണക്കലൊന്ന് വെള്ളത്തിലിട്ട് വെക്കണമെന്ന്. അപ്പോൾ മോനത് പീടികയിലൊക്കെ പോയി മേടിച്ചുകൊണ്ടുവന്നതിന് ശേഷം നന്ദമോൾ അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് തൊലിയൊക്കെ ഒന്ന് നല്ലോണം പുതർന്ന് കഴിഞ്ഞിനെ. അതുകൊണ്ട് ക്ലീനാക്കി എടുക്കാൻ ഒരു എളുപ്പമായി കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരു 5-6 ഉള്ളൂ. അപ്പം അതൊന്ന് വേഗം പൊരിച്ചെടുക്കുക. അബിക്ക് എനിക്കും ചോറ് തിന്നണം. നന്ദമോൾ പിന്നെ ചോറ് തിന്ന് പിന്നെ ഈ തക്കാളി കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണത് ഇതൊക്കെ തന്നെയല്ലേ. പിന്നെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഫുൾ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കും വേണം. അതുകൊണ്ട് മടി പിടിച്ച് അങ്ങനെ ഒരു മടിയൊന്നും ഇല്ല. എന്നാലും സംഭവം അടുപ്പ് കത്തിച്ചെടുക്കണം എന്നുള്ളൊരു റിസ്ക് ഉണ്ട്. എന്നാലിപ്പോൾ അതൊരു ശീലമായ പോലെ ആയിട്ടോ. കാരണം എന്തായാലും ഇതുമുതൽ പരിശ്രമിച്ചാലേ ഇപ്പം എന്തും വെച്ചുണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനൊരു മടിയില്ലാണ്ടായി. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ മോൻ പറയുന്നുണ്ട് അമ്മേ സമയം എന്താ വെച്ചാൽ 1:30 ആയിന് കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഉച്ചയ്ക്കാണ് ആളെ പീടികയിലൊക്കെ പറഞ്ഞയച്ചത്. ഇത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടില്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് ഉണ്ടാവില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഇത് വാങ്ങിപ്പിച്ചതാണ് ഞാൻ. അപ്പോൾ ഉണക്കൽ വാങ്ങിപ്പിച്ച് കൊണ്ടുവന്ന് ഇതും കൂടി ആയാൽ ചമ്മന്തി ഉണ്ടല്ലോ. അപ്പം തക്കാളി കറി ഒന്നും ഉണ്ടാക്കാം. അപ്പോൾ ഓന് തക്കാളി കറി വലിയ ഇഷ്ടമല്ല. ഓന് ഉള്ളിയും തക്കാളിയും കൂടി വാട്ടിയതാണെങ്കിൽ ഇഷ്ടം കേട്ടോ. പക്ഷേ ഇന്ന് ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എനിക്ക് അത് വലിയ കുഴപ്പമില്ല, ഞാനത് കൂട്ടിയിട്ടൊക്കെ ചോറുന്നു. നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഉള്ളതുകൊണ്ട് എങ്ങനെ വേണേലും ചോറ് തിന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇനിയത് വേണം എന്നുള്ള വാശിയൊന്നും അവർക്ക് മക്കൾക്കായാലും ഇല്ല കേട്ടോ. പക്ഷേ തക്കാളി കറി തിന്നില്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഉണക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് വേഗം ഉണ്ടാക്കിയെടുക്കട്ടെ. തോലൊക്കെ പൊളിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തുന്നു കേട്ടോ. അപ്പോൾ അടുപ്പൊന്ന് വേഗം കത്തിച്ചെടുക്കണം. കുറച്ച് ഓലക്കൊടി കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ അടുപ്പിൽ വെച്ച് കൊടുക്കുന്നു കേട്ടോ. പിന്നെ ഒരു കടലാസ് കത്തിച്ചിട്ടാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ ഒരു തീ പിടിപ്പിക്കൽ തന്നെ പിടിച്ച് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓലക്കൊടിക്ക് തീ പിടിച്ചുകൊണ്ട് സുഖമായി, വേഗം പിടിച്ച് കിട്ടീന്. പിന്നെ അനീഷേട്ടൻ നല്ല വിറക് കൊണ്ടുപോയി തന്നണല്ലോ, അതൊന്ന് കുഞ്ഞു പീസുകളൊക്കെ ഒന്ന് വേഗം വെച്ച് കൊടുത്തിന്. വേഗം കത്തി പിടിക്കുന്ന സൈസാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചീനച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെതാണ്. അപ്പോൾ അതിൻ്റെ അവിടെയുള്ള ഇതൊക്കെ കുറച്ച് പോയി തുടങ്ങിയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഉണക്കലൊക്കെ പൊരിച്ചെടുക്കാൻ സുഖമാണ്. അത് ഫുഡിൻ്റെ മേളിലേക്ക് ഒട്ടി പിടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് കാണുമ്പം അങ്ങനെ തോന്നുമെങ്കിലും അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഒരു സംഭവം ഇളകി വന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഒട്ടി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാനിത് ഉപയോഗിക്കലുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഞാനത് ഒഴിവാക്കും. പക്ഷെ അത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ വേഗം പൊരിച്ചെടുത്താൽ എന്തായാലും പറ്റി പിടിക്കാതെ കിട്ടും. അതുകൊണ്ടാണ് ഇതിൽ തന്നെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാതെ ഞാൻ ഇതിൽ തന്നെ ചെയ്തെടുക്കലുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഇത് എടുത്തത്. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിനെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ല ചൂടായിട്ട് നമുക്ക് ഉണക്കൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യൽ. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാട്ടോ ചെയ്യണേ. പക്ഷെ എല്ലാവരും ചെയ്യണ പോലെ ഞാനിതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും കൂട്ടലില്ല കേട്ടോ. ഇങ്ങനെയാട്ടോ പൊരിച്ചെടുക്കൽ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുളകിട്ട് കൊടുക്കാം, അങ്ങനെയാട്ടോ ചെയ്യൽ. അപ്പോൾ ഇത് മുളക് പൊടിയൊക്കെ കുഴച്ചിട്ട് പൊരിക്കണതിനോട് ഇവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സാധാ ഇങ്ങനെ തന്നെ പൊരിക്കൽ. അപ്പോൾ അത് ചെറുപ്പം മുതലേ ഇങ്ങനെ പൊരിച്ചിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കലും കേട്ടോ. ആ ഒരു ശീലം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അവർക്ക് ഇങ്ങനെ എരിവ് ഇട്ടിട്ടുള്ളത് ഇഷ്ടമില്ല. അപ്പം ഞാനിതിലൊരു പച്ചമുളക് ഇടാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കൊരു പെട്ടെന്നൊരു പൂതി, ഇതിലൊരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ എന്താവും ടേസ്റ്റ് എന്നറിയാൻ. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഇവരെ എരിവ് പേടിച്ചിട്ട് ഞാൻ അങ്ങനെ മുളകൊന്നും ഇടലില്ല എന്നേ ഉള്ളൂ. ഏതൊരു ഉണക്കൽ പൊരിക്കുമ്പോഴും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് മറിച്ചിട്ട് മറയണില്ല, ചട്ടകം മാത്രമായിട്ട്. അപ്പോൾ ഞാൻ കത്തിയും കൂടി ഒന്ന് എടുത്തിട്ട് ഒന്ന് എയിമാക്കാം കേട്ടോ. നമുക്ക് അതൊക്കെയാണല്ലോ എയിമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ആ അറ്റം കൊണ്ട് ഒന്ന് വേഗം ഇതാക്കിയപ്പം പെട്ടെന്ന് മറിഞ്ഞ് കിട്ടി കേട്ടോ. അപ്പം നല്ല കണലും ഉണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഓരോന്ന് നമ്മൾ ഗ്യാസുമ്മൽ പണി എടുക്കുന്നതിനെക്കാട്ടി എളുപ്പം ഇതാണെന്ന് തോന്നിപ്പോകും ചില സമയത്ത്. കത്തി കിട്ടാനുള്ളൊരു പ്രയാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കത്തി കിട്ടിയാൽ പിന്നെ ഷടപടേ എന്നുള്ളതാവും. പിന്നെ നമ്മൾ അത് ഒഴിയണതിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാമെന്ന് മാത്രം. അപ്പം ഉണക്കൽ ഫസ്റ്റ് ഞാനൊരു 3-4 ഇട്ട് കൊടുത്തത് കേട്ടോ. അത്രേ കൊള്ളുള്ളൂ ആ ചീനച്ചട്ടിയിൽ. അപ്പോൾ അത് വേഗം വെന്തണ്. ഇനി 2-3 കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പൊരിച്ചെടുത്തിട്ട് വേണം നമ്മളെ തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഈ ചീനച്ചട്ടി എടുത്ത് മാറ്റിയിട്ട് വേറെ വെച്ച് കൊടുക്കണം. ഇതിൽ കറി ഉണ്ടാക്കൂല കേട്ടോ.
കാരണം ഇതിൽ കറി ഉണ്ടാക്കണ അത്ര വലുപ്പമൊന്നും ഇതില്ല, ചെറുതാണ്. പണ്ട് വെള്ളപ്പം ഉണ്ടാക്കിനതാ കേട്ടോ. പണ്ട് എന്നൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഇപ്പം അധികം അങ്ങോട്ട് വെള്ളപ്പം ഉണ്ടാക്കലില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതാ 2-3 കൂടി ഇതും കൂടി പൊരിച്ചാൽ നായ്ക്കുട്ടികൾക്കും കൊടുക്കണം കേട്ടോ. ഓർക്കും തിന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വാങ്ങി കൊണ്ടുവന്നത് തന്നെ, സത്യം പറയുകയാണെന്ന് വെച്ചാൽ. അപ്പം ഞാനും അബിയും നായ്ക്കുട്ടികളും ഓൽക്ക് കറി ഉണ്ടെങ്കിലും ഇത് മുകളിലൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ ഓല് തിന്നോളും. അപ്പോൾ എന്തായാലും അതും കൂടി ആവാനായിന് കേട്ടോ. അതിലേക്ക് കുറച്ചും കൂടി ഒരു മുളകിട്ട് കൊടുത്താലോ എന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അവിടെ ചീരാമുളക് അമ്മ പറിച്ചു കൊണ്ടുവച്ചതുണ്ടേനി, അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. അത് പൊട്ടി തെറിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് വേഗം ഒന്ന് മൂടി വെച്ച് കൊടുത്തിന്. പൊട്ടലും ചീറ്റലൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് മൂടി വെച്ചിട്ടോ. അപ്പോൾ ഇനി അതൊന്ന് തുറന്ന് നോക്കിയാൽ അറിയാതെ എന്തൊക്കെയായി എന്നുള്ളത്. അപ്പോൾ അത് നോക്കണം. അപ്പോൾ എന്തായാലും ഉണക്കലിൻ്റെ പരിപാടി കഴിഞ്ഞ് സത്യം പറയാച്ചാൽ നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ ചായ കൂടിയൊക്കെ ഒരു കണക്കേനി, അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല വിശപ്പുണ്ട്. പിന്നീടാണ്ട് ഒരു 10 മണിക്ക് ചായ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊന്നും ഇന്ന് ആയിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇപ്പം ഇവിടെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു റിസ്ക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. അപ്പം 10 മണിക്കായാലും എപ്പോഴായാലും അങ്ങനത്തെ ആ ഒരു നിബന്ധനകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ കാര്യം ഒന്ന് റെഡിയായി കിട്ടണം. അപ്പോൾ ഇന്ന് എന്തായാലും കറി വെക്കാൻ മീനൊന്നും കിട്ടിയിട്ടില്ല പകൽ. അപ്പം ചേട്ടൻ വരുമ്പോൾ വൈകുന്നേരത്തിന് കൊണ്ടുവരും, അത് രാത്രിക്ക് നമ്മൾ കറി വെക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്നത് ഇന്ന് ഉച്ചക്കത്തേക്ക് വരെ ഒപ്പിക്കാൻ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് കേട്ടോ. അതിലൊരു സങ്കടവും ഇല്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഭക്ഷണം, ഇതിനോടൊന്നും ഒരു വെറുപ്പോ ഒന്നും ഇല്ല. ഇതൊക്കെ തന്നെ കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, സത്യം പറയുക വെച്ചാൽ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ആ അടുപ്പൊക്കെ ഒന്ന് ഒഴിഞ്ഞതിൻ്റെ ശേഷം ചീനച്ചട്ടി വേറെ വെച്ച് കൊടുത്താൽ കേട്ടോ. ഇതിൽ നമുക്ക് തക്കാളി കറി ഉണ്ടാക്കാം. അപ്പം വലിയ ചട്ടിയാവും ചെയ്യും, അത്യാവശ്യം എന്താ പറയുക കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ. പക്ഷേ ഞാൻ വിചാരിച്ച ആദ്യം തോനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമില്ല, എനിക്ക് മാത്രമേ ഈ ഒരു കറീനോട് ഇഷ്ടമുള്ളൂ എന്ന്. പിന്നെ നന്ദമോൾക്ക് ഇഷ്ടമാണ്, പിന്നെ ഓൾക്ക് ഇനി ട്യൂഷൻ കഴിഞ്ഞ് രാത്രിയിലേക്കല്ലേ വരിക. അങ്ങനെ ഞാൻ ഓളോട് കുറച്ച് തക്കാളിയൊക്കെ അരിപ്പിച്ച് വെച്ചതാണ്. പക്ഷെ ആൾ നല്ല വലിപ്പത്തിലാണ് തക്കാളിയൊക്കെ അരിഞ്ഞത്. ഞാനൊരു കുഞ്ഞു കുഞ്ഞു പീസാക്കി അരിയണേന്ന് പറയാനും മറന്നുപോയ കാരണം കൊണ്ട് ഇപ്പം ചിക്കൻ കറിയിലേക്കൊക്കെ തക്കാളി ഇടുന്ന അത്ര വലുപ്പത്തിലാണ് ആൾ അരിഞ്ഞ് വെച്ച് പോയത്. സാരില്ല, ഒന്ന് ഉടച്ചു കൊടുക്കാമല്ലോ, തക്കാളി വാടിയാൽ ഒന്ന് ഉടച്ചു കൊടുക്കാമെന്ന് പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച്, പിന്നെ ഒരല്ലി എന്നാണ് പറയുന്നത്, ഒരല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, പിന്നെ 2-3 ചെറിയുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുത്ത്, പിന്നെ അതാ 2 പച്ചമുളക് കേട്ടോ. അത് മതി നമുക്ക്, എരിവിൻ്റെ വിരോധമുള്ള ആൾക്കാരാണല്ലോ ഇവിടെ. അപ്പോൾ അതും കൂടി എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, ഇനി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, തക്കാളി ഒന്ന് വേവാനായിട്ട്. കാരണം തക്കാളി എത്ര വലുപ്പത്തിൽ അരിഞ്ഞുകൊണ്ട് എനിക്ക് അതൊരു വല്ലാത്ത എക്കാച്ചൊക്കെയായിപ്പോയി. ഇങ്ങനെയുള്ള കറിക്കൊക്കെ ഞാൻ നല്ലോണം ചെറുതായിട്ടാണ് അരിയുക, എന്നാലല്ലേ അത് പെട്ടെന്നൊന്ന് വാടി അലിഞ്ഞ് കിട്ടുള്ളൂ. പക്ഷെ എൻ്റെ നന്ദമോളെ പണിയാട്ടത്. എന്നാലൊന്നും പറയാൻ പറ്റൂല കേട്ടോ, കാരണം പോണതിൻ്റെ തിരക്കിൻ്റെ ഇടയിലാണ് ആളിതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പോയത്. ഞാൻ സ്കൂളിൽ പോവാൻ നിൽക്കുകയാണ് അമ്മയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് കുളിച്ച് കയറുമ്പോഴേക്ക് വേഗം ഒന്ന് അരിഞ്ഞ് വെക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ ഉണക്കൽ വെള്ളത്തിലിട്ട് വെച്ചതും ഈ തക്കാളി അരിഞ്ഞ് വെച്ചതൊക്കെ കേട്ടോ. അപ്പം മക്കൾ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് തരുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ ഒന്നും പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ആയിട്ട് ഇതാ നമ്മളെ തക്കാളിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേവാനുണ്ട് സംഭവം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്നും കൂടി തിളക്കട്ടെ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഞാൻ. തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സംഭവം മൂടിച്ച് കൊടുക്കുന്നത്, നല്ല ആവിയൊന്നും പുറത്തേക്ക് പോകണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പം ഞാൻ എന്തായാലും ഒരു 2 ഇല്ലി കറിവേപ്പിൻ്റെ ഇല മുറ്റത്തെ മരത്തുമെന്ന് പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. മുറ്റത്തൊരു കുഞ്ഞ് കറിവേപ്പിൻ്റെ ഇല ഉണ്ട്, അപ്പോൾ അതുമെന്ന് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് അതിലിട്ട് കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കില്ല അല്ലേ. അപ്പോൾ കഴിയുന്നത്ര തക്കാളി ഞാൻ ഉടച്ചന് കേട്ടോ. പക്ഷേ ഇനിയും ഇതിൻ്റെ കണ്ണി ഭാഗം നോക്കി ഒരുപാട് അലിയാനുണ്ട്. അപ്പം പറ്റുന്നിടത്തോളം ഞാനത് എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് തന്നെ പറയാം. പിന്നെ ഇത് വല്ലാത്തൊരു കഷ്ടമായല്ലോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതുമ്മേൽ റിസ്ക് എടുക്കുന്നുണ്ട് സംഭവം. അപ്പോൾ അതങ്ങനെ ചെയ്തപ്പം കുറേ കലിഞ്ഞ് കിട്ടി. ഇനി പിന്നെ ചോറിലിട്ട് തിന്നുമ്പോൾ നമുക്ക് ചോറിലിട്ട് എല്ലാം കുഴച്ച് കൊടുക്കാമല്ലോ അല്ലേ. അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പണികൾ. പിന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് പറയാനും കാണിച്ചു തരാനൊക്കെ ആയിട്ടുള്ളത്. പതിവ് പോലെ തന്നെ പറയുകയാണ്, നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളോ പലഹാരങ്ങളോ ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ ഈ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ. സത്യത്തിലും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസൊന്നും ഇടാൻ ഇപ്പം നമുക്ക് പറ്റണില്ല. അതുകൊണ്ടാണ്
നമുക്ക് എന്തെങ്കിലും ഒരിക്കലും നമ്മൾ അതൊക്കെ ചെയ്ത് ചാനലിൽ ഇടും കേട്ടോ. പക്ഷേ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടും കുറച്ച് മാസങ്ങളായിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പോകണോണ്ട് തന്നെ ദൈവത്തിന് നന്ദി പറയാണ് കേട്ടോ. ഒരു നേരം ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഭക്ഷണം കിട്ടുന്നതിന് ദൈവത്തിനോട് നന്ദി പറയണ്ടേ. ഇപ്പോഴത്തെ കാലം ഒരു നേരം പോലും കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിന്നുമ്പം അങ്ങനെയുള്ള ആൾക്കാരെ കുറേ ഒന്ന് ആലോചിക്കുമ്പോൾ നമ്മളെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ഈ വിഷമങ്ങളും സങ്കടങ്ങളും ദൈവം മാറ്റി തരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ സത്യം പറയച്ചാൽ മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും കറി ആയ സ്ഥിതിക്ക് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് ഇനി വൈകുന്നേരത്തേക്ക് ചോറുണ്ടാക്കണം. അപ്പോൾ ഇനി ആ ഒരു പണിയാണ്. എന്തായാലും വെള്ളം അവിടെ തിളയ്ക്കുമ്പോഴേക്കും ഞാൻ വേഗം ചോറ് തിന്നട്ടെ വിചാരിക്കട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയ്ക്ക് നല്ല വിശപ്പുണ്ട്. മോൻ ചോറ് തിന്നൽ തുടങ്ങിന് കേട്ടോ. അവൻ ഉണക്കലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ചോറ് തിന്നൽ തുടങ്ങിന്. ഞാൻ എന്തായാലും തിന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉണക്കലും എടുത്ത് തക്കാളിക്കറി എടുത്ത് ചെമ്മീൻ അച്ചാറുണ്ട് കേട്ടോ. ചെമ്മീനെ കൊണ്ടുള്ള അച്ചാർ, ചെമ്മീൻ പൊരിച്ചിട്ടുള്ള അച്ചാറാണ്. ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അനീഷേട്ടൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ചേച്ചി കൊണ്ടുവന്ന് വന്നതാണ്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഞാനും ആ മുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് പോയിട്ട് ചോറ് തിന്നണം. അതിൻ്റെ മുന്നേ നമ്മൾ അടുക്കളയൊക്കെ എല്ലാവർക്കും കാണണ്ടേ, ചോറ് എടുത്തത് കാണണ്ടേ. ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് എടുത്തല്ല, വിശപ്പിന് വേണ്ടിയിട്ട് തിന്നാൻ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ചോറ് ആവശ്യത്തിന് എടുത്തണം കേട്ടോ. സത്യം പറയാച്ചാൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആവശ്യത്തിന് ചോറ് എടുത്തണ്. പിന്നെ നമ്മൾ അടുക്കള ഇങ്ങനെയൊക്കെയാണ്. ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട്, പണിയൊക്കെ കഴിഞ്ഞില്ലേ, ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഞാൻ വേഗം ഒന്ന് ചോറൊക്കെ തിന്നട്ടെ കേട്ടോ. അടുക്കള നമ്മളെ മോഡേൺ കിച്ചണൊന്നുമില്ലല്ലോ, സാധാരണക്കാരെ അടുക്കളയല്ലേ. അപ്പം പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇനി അത് നമ്മളെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാക്കി റെഡിയാക്കി എടുക്കും. അപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെയാണല്ലോ നമ്മളെ എല്ലാ സാധാരണക്കാരെ വീട്ടിലുണ്ടാവണ ഒരു പ്രത്യേകതകൾ. ഏത് നേരും ക്ലീനായി കിടക്കൂലല്ലോ, പണിയെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനൊന്നും പറയണില്ല, അതൊന്നും നടക്കണ കാര്യമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് പറയണില്ല. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ. കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം എല്ലാവർക്കും ബായ് പറയാണ് കേട്ടോ.